അങ്ങനെ നമ്മുടെ കോഴിത്തീയൽ റെഡിയായി കേട്ടോ. ഹലോ, ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കോഴിത്തീയൽ വെക്കാനാണ് വന്നേക്കുന്നത്. നിങ്ങളോർക്കും കോഴിത്തീയൽ എന്ന് പറയുമ്പോൾ ചിക്കൻ അറുത്ത് മുറിച്ചിട്ടിട്ട് കുറച്ച് തേങ്ങയൊക്കെ വറുത്തരച്ചടിച്ചവർക്ക് അറിയണം. അതൊന്നും അല്ല കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പം നമുക്ക് എങ്ങനെയാണ് കോഴിത്തീയൽ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു തേങ്ങ കണ്ട നല്ല വിളഞ്ഞ് ഒത്തിരി ഉണങ്ങിയതുമല്ല, ഒത്തിരി പച്ചയല്ലാത്ത നല്ല വരുക്ക്, നല്ല പഴുത്ത, നല്ല ഉണങ്ങിയ ഒരു തേങ്ങ. ആ തേങ്ങ ഒരെണ്ണമാണ് കേട്ടോ. അത് ഞാൻ ചിരണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കിറുന്ന് വെച്ചു. അപ്പോൾ എല്ലാം ഒരേപോലെ ഇങ്ങനെ കിട്ടും, കണ്ടു, ഒരേപോലെ മൂത്ത് കിട്ടും. അത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വറ്റൽ മുളക്, കുറച്ച് പെരുംജീരകം. എനിക്ക് കാശ്മീരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തു കേട്ടോ. അത് പിന്നെ മസാലയുടെ കസ്കസ് കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു 2-3 കഷ്ണം തക്കോലം എടുത്തിട്ടുണ്ട്, മല്ലി. ഇത് ഇത്രയും നമുക്ക് വറുത്തരയ്ക്കണം. അപ്പോൾ തേങ്ങ ചിരണ്ടിയല്ലോ, ഇനി നമുക്ക് തേങ്ങ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം ഇതെല്ലാം കൂടി വറുത്തരച്ചിട്ട് അടുത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളവർ, എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളവർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തേങ്ങ വറക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇടുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം, ഈ മല്ലി ഒന്നിട്ട് കൊടുക്കാം. മല്ലി ഞാൻ കഴുകി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമയമൊക്കെ കാണും, അപ്പോൾ അതൊന്ന് പോട്ടെ. നമുക്കൊരു ഇച്ചിരി തീയലിന് വറക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി എണ്ണമയമൊക്കെ വേണം. അതുകൊണ്ട് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മല്ലി ഇങ്ങനെ ചെറുതായിട്ട് ചൂടായിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കിനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചതാണ്. പക്ഷെ മല്ലി ചെയ്തില്ല, സാധനങ്ങൾ കൊണ്ടുവന്നൊക്കെ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, ഒന്നും റെഡിയാക്കി വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മല്ലി കഴുകേണ്ടി വന്നു. ഇത് രണ്ടും കൂടി ഒന്ന് വറുത്തിട്ട് വേണം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്, ഒന്ന് ചൂടാക്കിയിട്ട്. ഇതിലേക്ക് നമുക്ക് അത് ഒരുമാതിരി ഒന്ന് ചെറുതായിട്ട് നായി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങ, നല്ല തേങ്ങ കേട്ടോ. ഞാൻ 100 തേങ്ങ പച്ചത്തേങ്ങ മേടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് പാകത്തിന് ഇളക്കി മൂപ്പിച്ച് എടുക്കാം. തേങ്ങ ഒന്ന് വറുത്ത് റെഡിയായി വന്നിട്ട് വേണം ബാക്കി ചേർക്കാൻ. ഇനി ഒത്തിരി സാധനങ്ങൾ ചേർക്കാനുണ്ട്, ഇതൊന്നായി വരട്ടെ. ഈ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ കണ്ടോ, ഞാൻ ആ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തത് കൊണ്ട് എല്ലാം ഒരുപോലെ നല്ല റെഡിയാ മണ്ണം മൂത്ത് വന്നു കണ്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ വറക്കുമ്പോൾ അങ്ങനെ ഒരു മഞ്ഞപ്പൊടി ഇടിയിലുണ്ട്. പിന്നെ നമുക്ക് ഈ പെരുംജീരകം, നമ്മൾ മസാല ആകെ ഇതാണ് ചേർക്കുന്നത് കേട്ടോ. അല്ലാതാണ്ട് ഇതെന്ന് പറഞ്ഞാൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. പെരുംജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2-3 തക്കോല, പിന്നെ ഒരു ഇച്ചിരി കസ്കസ് അതും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ മസാലകൾ. നമ്മുടെ കാശ്മീരി പൊടി അത് നമുക്ക് ഇപ്പോഴേ ഇടണ്ട, ഇത് തീ ഓഫാക്കി ഇച്ചിരി കൂടി ഒന്ന് തേങ്ങ ആയിട്ട് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ തീയലിനുള്ള, കോഴിത്തീയലിനുള്ള അരപ്പിനുള്ള എല്ലാം റെഡിയാവും. ഇച്ചിരി കൂടി ഒന്ന് നോക്കണം, ചെറിയ തീയിലിട്ട് വേണം ഇത് വറക്കാനായിട്ട്. ഞാൻ തീയെല്ലാം തീരെ കുറച്ചിട്ടേക്കായിരുന്നു, അപ്പോൾ ഇച്ചിരി കൂട്ടി കൊടുത്തു. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തു. ഇത് ഇത്ര കൂടുതൽ വെക്കുന്നത്, ഇതിപ്പം വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി പോലും വേണ്ട കേട്ടോ. ഒരു വലിയ തേങ്ങ കണ്ടില്ലേ, ഒരു തേങ്ങ വറുത്തിട്ട് തന്നെ 1 കിലോ കൂടുതലുണ്ട്. ഭയങ്കരം തേങ്ങയായിരുന്നു. ഒരു തേങ്ങയ്ക്ക് 25 രൂപ വില. അങ്ങനെ 100 തേങ്ങ ഞാൻ മേടിച്ചതാണ്. അപ്പം വീട്ടിലേക്കൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി. ഇത് ഞാൻ ഹോസ്റ്റലിലെ കുട്ടികൾക്കും കൂടി ചേർത്തിട്ട് ഉച്ചക്കലത്തേക്കുള്ള കറിക്കും കൂടി ആണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ചീനിച്ചട്ടി ഇത് വറുത്തത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളിതാ
നമ്മൾ തേങ്ങയെല്ലാം വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. തണുത്തിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. നമ്മൾ അടുത്ത ഉരുളി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഉള്ളിയാണ്, നല്ല ചെറിയ ഉള്ളി. അതാ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ സവാളയൊക്കെ എടുത്തിട്ടുണ്ട്, എന്നാലും ഈ ചെറിയ ഉള്ളി തീയലിന് ചേർക്കുമ്പോഴേ കോഴിത്തീയൽ അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നമ്മൾ 1.5 കിലോ കോഴിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ, അതിനുള്ളതാണ് ചേർക്കുന്നത്. ഇതേ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. ഇതുപോലെ തന്നെ നീളത്തിൽ തന്നെയാണ് ഞാൻ ചിക്കനും അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് വഴലട്ടെ, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി, സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും എല്ലാം നല്ല പരുവത്തിന് വഴന്ന് വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കണ്ടോ ഞാൻ എങ്ങനെ എടുത്തേക്കുന്നതെന്നേ, ഇതേ ഇങ്ങനെ നീളത്തിൽ കണ്ടോ, എല്ലില്ലാത്ത കോഴി നമ്മൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി വഴണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴി നമ്മൾ എല്ലില്ലാത്തത് പിന്നെ നെയ്യൊന്നും ഇല്ലാത്തത് ഒക്കെ കഷ്ണമാണ് കേട്ടോ. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തത് അവിയലിനെടുക്കുന്നത് പോലെ. കോഴി അവിയൽ വെക്കും, ഞാൻ അവിയൽ വെച്ച് കാണിച്ചു തരാം. സാമ്പാർ ഉണ്ടാക്കി കാണിച്ചു തരാം. എല്ലാം നിങ്ങളെയും കാണിച്ചു തരാൻ പുറകാലേ കേട്ടോ. ചിക്കൻ ഫ്രൈ, വറക്കാൻ, പെരട്ടാൻ ഇതൊന്നും മാത്രമൊന്നും അല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാ ടേസ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, എന്നാലും ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് കേട്ടോ, നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന്. ഞാനിപ്പോൾ ഇതിൽ കുറച്ചിട്ട് കൊടുക്കുന്നു, പിന്നീട് ഇനി നമുക്ക് തക്കാളി ഒരു 3 തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നീളത്തിലാണ് തക്കാളി അരിഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അരപ്പ് റെഡിയാക്കിയിട്ട് നമുക്ക് വരാം. അപ്പോഴത്തേന് ആവിയിലിരുന്ന് ഇതൊന്ന്, വെള്ളം ഒന്നും ഒഴിക്കരുത്, ഇങ്ങനെ തന്നെ ഇരുന്ന് ഈ ആവിയിലൊന്ന് വെന്ത് റെഡിയായി വരട്ടെ. കരിയാപ്പില ഇടായിരുന്നു, കരിയാപ്പില എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ അരച്ചെടുത്തു. ആദ്യം വെള്ളം തൊടാതെ അരച്ചു, പിന്നെ വെള്ളം തൊട്ട് അരച്ചെടുത്തു. നല്ല വെള്ളം ഒഴിച്ച് നല്ല റെഡിയാക്കി അരച്ചെടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ, കോഴിയും സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ടെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കോഴിത്തീയലിൻ്റെ അരപ്പതാ. നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കറിക്ക് കടുക് വറക്കാം. നമുക്കിതാ പാൻ വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കരിവേപ്പില, അങ്ങനെ നമ്മുടെ കോഴിത്തീയൽ റെഡിയായി കേട്ടോ. ഈ ഒരു കറി മതി, വേറെ ഒന്നും വേണ്ട. അടിപൊളി കറി. നമ്മുടെ പിള്ളേർക്കുന്നതും പപ്പടം, അച്ചാറ്. നമ്മുടെ കോഴിത്തീയൽ കണ്ടോ നല്ല എങ്ങനെ ഇരിക്കുന്നു നോക്കിയാൽ. കുറച്ചുകൂടി കട്ടിയായിട്ട് വേണമെങ്കിൽ, ആൾക്കാർ കുറവുള്ളടത്ത് കുറച്ചുകൂടി കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി, തേങ്ങ വറുത്തരച്ചതല്ലേ, നല്ല കുറുകി വരും കേട്ടോ. ഇനി ചാറായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല, കുറുകി വന്നാലും കുഴപ്പമില്ല, എങ്ങനെയായാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾ നമ്മുടെ കോഴിത്തീയൽ റെഡിയായി കണ്ടല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഈ ഒരൊറ്റ കറി മതി കേട്ടോ. ഞാനിത് ഇവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ പപ്പടവും അച്ചാറേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇനി കോഴി അവിയൽ വരുന്നുണ്ട്, കോഴി സാമ്പാർ വരുന്നുണ്ട്. എല്ലാം കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ കാണാൻ തയ്യാറായിട്ടിരിക്കുക. ഓക്കെ, ബൈ.